റേഷൻ കാർഡ് ലഭ്യമാകുക എന്നുള്ളത് വളരെ വലിയ ടാസ്ക്കാണ്. ഒരു കുടുംബത്തെ സംബന്ധിച്ച് കാർഡ് ലഭ്യമാകണമെങ്കിൽ ഗവൺമെൻറ് പറയുന്ന പല വിധത്തിലുള്ള രേഖകൾ ഹാജരാക്കണം. റേഷൻ കാർഡ് ലഭ്യമാകണമെങ്കിൽ ഒന്ന് റെസിഡൻ്റ് ആണെന്നുള്ള റെസിഡൻറ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബമാണെങ്കിൽ അതിൻ്റെ വീട്ടുടമസ്ഥൻ്റെ സമ്മതപത്രം വാങ്ങണം. ഇങ്ങനെയുള്ള പലവിധ സർട്ടിഫിക്കറ്റുകളും രേഖകളുമായി നടന്ന് കുറച്ച് കഴിയുമ്പോൾ ആ റേഷൻ കാർഡ് വാങ്ങുന്ന ആ ഗുണഭോക്താവ് അയാൾ തന്നെ അത് ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതിയാണ് കേരളത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഈ ഗവൺമെൻറ് റേഷൻ കാർഡ് ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളിൽ വലിയ മാറ്റം വരുത്തി. വളരെ ലഘൂകരിച്ച് ഒരു ഇന്ത്യൻ പൗരനാണെന്ന് തെളിഞ്ഞാൽ അയാൾക്ക് റേഷൻ കടയിൽ നിന്ന് ഭക്ഷ്യധാന്യം ഉറപ്പുവരുത്താൻ കഴിയുന്ന റേഷൻ കാർഡ് വിതരണം ചെയ്യുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചു. ഇന്ത്യൻ പൗരനെന്ന് തെളിയാൻ നമുക്ക് വോട്ടർ ID കാർഡും ആധാർ കാർഡുമാണ് നമുക്ക് സാധാരണ ലഭ്യമാക്കാൻ കഴിയുന്ന രേഖകൾ. അതിൽ ഏത് രേഖയാണെങ്കിലും ഇപ്പോൾ വോട്ടർ ID കാർഡ് എടുത്ത് നോക്കിയാൽ 18 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ വോട്ടർ ID കാർഡ് കിട്ടൂ. എന്നാൽ ആധാർ 5 മാസം കഴിഞ്ഞ കുട്ടിക്കാണെങ്കിലും ആധാർ എടുക്കാൻ കഴിയും. അതുകൊണ്ട് ആധാർ അടിസ്ഥാന രേഖയാക്കിക്കൊണ്ട് കേരളത്തിൽ 100% കുടുംബങ്ങളെയും റേഷൻ്റെ പരിധിയിൽ വരുത്താൻ റേഷൻ കാർഡ് ലഭ്യമാക്കാനുള്ള നടപടി ഗവൺമെൻറ് ഉദാരമായ നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ടാണ് എല്ലാവർക്കും ഭക്ഷ്യധാന്യം ഉറപ്പുവരുത്താനുള്ള ഒരു സാഹചര്യം ഉറപ്പായത്. 2, കേരളത്തിൽ 43% എന്ന് പറഞ്ഞാൽ 1,54,00,000 ആളുകൾക്ക് മാത്രമാണ് മുൻഗണനാ കാർഡ് BPL കാർഡ് കേന്ദ്രം അംഗീകരിച്ച് നൽകിയിട്ടുള്ളത്. അതുതന്നെ നിരവധിയായ അനർഹരുടെ കൈകളിലായതുകൊണ്ട് അർഹതയുള്ള നിരവധി കുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് BPL കാർഡ് നിഷേധിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൻ്റെ ഫലമായി 6 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡ് അധികമായി നമുക്ക് നൽകാൻ, അനർഹരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് അർഹതയുള്ളവർക്ക് നൽകാൻ ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. മിക്കവാറും എല്ലാ നിത്യോപയോഗ സാധനങ്ങളും നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് അത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും എത്തിക്കാൻ കഴിയുന്നത്. മലയാളികളുടെ മുഖ്യ ആഹാരം അരി ആഹാരമാണ്. നമ്മുടെ ഉൽപ്പാദനത്തിൽ ഒരു 15-16% മാത്രമാണ് സംസ്ഥാനം അരി ഉൽപ്പാദനത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. നാണ്യവിളകളും മറ്റുൽപ്പന്നങ്ങളുമാണ് കൂടുതലും കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഘടനയ്ക്കനുസരിച്ച് ഉൽപ്പാദന രംഗത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഭക്ഷ്യഭദ്രത കൈവരിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു പ്രവർത്തനമാണ് എന്ന് നമുക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണ്. കേരളം പല ഘട്ടങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ, അതിൻ്റെ എല്ലാം തുടർച്ചയായിട്ടാണ് ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ പട്ടിണിയില്ലാത്ത വിശപ്പ് രഹിതമായ കേരളമെന്ന മുദ്രാവാക്യവുമായി ഗവൺമെൻറ്റിൻ്റെ വിവിധ പദ്ധതികൾ മുന്നോട്ട് പോയത്. അതിലേറ്റവും നിർണായകമായ പങ്ക് വഹിച്ചത് സിവിൽ സപ്ലൈസ് വകുപ്പ് ആണെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. നമ്മുടെ സംസ്ഥാനത്ത് 96 ലക്ഷം കുടുംബങ്ങൾ റേഷൻ കാർഡിൻ്റെ വരുത്തിയ ഒരു സംസ്ഥാനമാണ്. എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യം പരിമിതമാണെങ്കിൽ പോലും ഉറപ്പുവരുത്താനുള്ള വലിയ പരിശ്രമമാണ് ഗവൺമെൻറ് നടത്തിയത്. അതിൽ ഗവൺമെൻറ് വിജയിച്ചു എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. കേരളത്തിലെ ദരിദ്ര ജനവിഭാഗങ്ങളായി കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ളത് 1,54,000 പേരെയാണ്. എന്ന് പറഞ്ഞാൽ 43% മലയാളികൾ. 57% മലയാളികൾ ഗവൺമെൻറ്റിൻ്റെ ഭക്ഷ്യ ഭദ്രതയുമായി ബന്ധപ്പെട്ട പൊതുവിതരണ സംവിധാനത്തിന് പുറത്താണ് എന്നതാണ് കേന്ദ്ര ഗവൺമെൻറ് നമ്മോട് കാട്ടിയിട്ടുള്ള ഒരു ക്രൂരമായ നിലപാട്. എന്നാൽ ആ 57% ഉൾപ്പെടെ കേരളത്തിലെ 100% മലയാളിക്കും ഭക്ഷ്യധാന്യം എത്തിക്കാനുള്ള നല്ല ഇടപെടലുകളാണ് ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നിപ്പോൾ കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും റേഷൻ കടകളിലൂടെ ഭക്ഷ്യധാന്യം എത്തിക്കാനുള്ള പരിശ്രമം ഏറ്റവും അവസാനത്തെ കഴിഞ്ഞ ഓണക്കാലത്തെ മാസം എടുത്തു നോക്കിയാൽ
99.5% BPL കുടുംബങ്ങൾ റേഷൻ കടയിൽ നിന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിപ്പോയ കണക്കുകളാണ് കാണിക്കുന്നത്. പൊതുവിലെടുത്തു നോക്കിയാൽ 88% റേഷൻ കാർഡ് ഉടമകൾ റേഷൻ കടകളിൽ നിന്ന് അവരുടെ ഭക്ഷ്യധാന്യം വാങ്ങിയെന്ന് കാണുന്നത് എന്താ? ഏറ്റവും നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ റേഷൻ കടയിലൂടെ വിതരണം ചെയ്യുന്നു. വളരെ പരിമിതമായ വിലയ്ക്ക്, പരമാവധി വന്നാൽ 10 രൂപ 90 പൈസയ്ക്ക് ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതാണ് ഇത്തരത്തിൽ ആളുകൾ റേഷൻ ഷോപ്പിന് സഹകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനം വിശപ്പ് രഹിത കേരളം എന്ന ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുക മാത്രമല്ല, വിവിധ മേഖലകളിലൂടെ ഉച്ചഭക്ഷണം അതുപോലെ ഭക്ഷണം ഉറപ്പാക്കാൻ കഴിയുന്ന ജനകീയ ഹോട്ടലുകളാണെങ്കിലും, അതുപോലെ സിവിൽ സപ്ലൈസ് വകുപ്പ് നേരിട്ട് നടത്തുന്ന ഹോട്ടലുകൾ ഉൾപ്പെടെ അത്തരം സംവിധാനങ്ങളിലൂടെ 25-30 രൂപയ്ക്ക് സുഭിക്ഷ ഹോട്ടലുകളിലൂടെ ഉച്ചഭക്ഷണം എത്തുന്ന ഒരു സൗകര്യം കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പലവിധത്തിലുള്ള ഇടപെടലുകളിലൂടെ ഭക്ഷണം ഉറപ്പാക്കാനുള്ള പല പദ്ധതികൾ. ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ആദിവാസി സങ്കേതങ്ങളിൽ ആ ആദിവാസികളുടെ അവർ താമസിക്കുന്ന കേന്ദ്രങ്ങൾ, വനപ്രദേശങ്ങളിലടക്കം ഗവൺമെൻറ്റിൻ്റെ ഭക്ഷ്യധാന്യം റേഷൻ കടകൾ സഞ്ചരിക്കുന്ന റേഷൻ കടകളായി അവരുടെ വീട്ടുമുറ്റത്തെത്തി ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുകയാണ്. അങ്ങനെ ജനങ്ങൾക്ക് എത്തേണ്ടുന്ന കേന്ദ്രങ്ങളിലടക്കം എത്തിച്ച് ഭക്ഷണം ഉറപ്പാക്കാൻ കഴിഞ്ഞതിലൂടെയാണ് കേരളത്തിൽ പല വിധത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളുടെ ഇടപെടലിൻ്റെ ഫലമായി ഇന്നിപ്പോൾ ഭക്ഷ്യഭദ്രത പൂർണ്ണമായും കൈവരിക്കാൻ കഴിഞ്ഞ ഒരു സ്റ്റേറ്റായി നമുക്ക് അഭിമാനത്തോടെ കാണാൻ കഴിയും. എന്നുമാത്രമല്ല, കേരളം അതിവേഗത്തിൽ അതിദരിദ്രരെ കണ്ടെത്താനും അതിദരിദ്രരുടെ ആ ദാരിദ്ര്യാവസ്ഥ മാറ്റിയെടുക്കാനും അതിനനുസരിച്ചുള്ള വിവിധ പദ്ധതികൾ തയ്യാറാക്കാനും ഈ ഗവൺമെൻറ്റിൻ്റെ 4 വർഷക്കാലത്തെ ശ്രദ്ധേയമായ ഇടപെടൽ വരുന്ന നവംബർ 1 കേരളം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിദരിദ്രരില്ലാത്ത ആദ്യ സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണ്. വിലക്കയറ്റം ഒരു ആഗോള പ്രതിഭാസമാണെന്ന് പറയാം. പക്ഷേ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ തങ്ങളുടെ കയ്യിൽ ഒരു മാന്ത്രിക വിദ്യയും ഇല്ലെന്നാണ് പല ഭരണകർത്താക്കളും പറഞ്ഞിട്ടുള്ളത്. കേരളത്തിൻ്റെ അനുഭവം, കേരളത്തിലെ മാർക്കറ്റിൽ ഇടപെടുന്ന ഒരു സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. ഒരുപക്ഷെ ഇന്ത്യയിലോ ലോകത്തോ ഇത്തരത്തിൽ മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് വില കുറച്ച് നിത്യോപയോഗ സാധനങ്ങൾ കൊടുക്കുന്ന ഒരു സംവിധാനം കേരളത്തിലല്ലാതെ മറ്റൊരിടത്ത് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, സപ്ലൈകോ മാർക്കറ്റുകളിലൂടെ 1631 കേന്ദ്രങ്ങളിലെ മാർക്കറ്റുകളിലൂടെ ലക്ഷക്കണക്കായിട്ടുള്ള കുടുംബങ്ങൾക്ക് 13 നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിലും 100 കണക്കായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വില കുറച്ചും ന്യായവിലയ്ക്ക് ലഭ്യമാക്കാനുള്ള സൗകര്യം ഗവൺമെൻറ് ഒരു പൊതുമേഖലാ സ്ഥാപനമെന്ന നിലയിൽ സപ്ലൈകോയിലൂടെ ഒരുക്കിയിട്ടുണ്ട്. ഇതുപോലെ കൺസ്യൂമർ ഫെഡ്, സഹകരണ സ്ഥാപനങ്ങൾ, ആ സംവിധാനങ്ങൾ കൂടുതൽ വ്യാപകമായി കേരളത്തിലുണ്ടെങ്കിൽ പോലും 365 ദിവസവും മാർക്കറ്റ് ഇൻ്റർവെൻഷൻ പ്രവർത്തനം നടത്തുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമായി സപ്ലൈകോയെ മാറ്റിയെടുത്തതാണ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കേരളത്തിന് കഴിഞ്ഞിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഓണക്കാലം എടുത്താൽ, അതുപോലെ കഴിഞ്ഞ മാസങ്ങൾ എടുത്തു നോക്കിയാൽ 50-52 ലക്ഷം കുടുംബങ്ങൾ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിപ്പോയ അനുഭവമാണ് കാണാൻ കഴിയുന്നത്. ഓണത്തിൻ്റെ മാസം, ഒരു മാസത്തിൽ തന്നെ 384 കോടി രൂപയുടെ വിൽപ്പന, ഒരു ദിവസം 25 കോടിയിലധികം രൂപയുടെ വിൽപ്പനയിലേക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ മാറിയെന്ന് പറഞ്ഞാൽ, ഇത്രയധികം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് ലഭിക്കുന്ന ഒരു സൗകര്യം കേരളത്തിൽ ഏർപ്പെടുത്തിയതാണ്. ഇത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ അതിലേറ്റവും നല്ല ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്ത് മലയാളി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയുടെ വില വർദ്ധിച്ചപ്പോൾ സപ്ലൈകോയുടെ സമയോചിതമായ ഇടപെടലിൻ്റെ ഫലമായി വില മാർക്കറ്റിൽ കുറയ്ക്കാനും അവരുടെ കേന്ദ്രങ്ങളിലൂടെ വളരെ വില കുറച്ച് അത്തരം ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം വിതരണം ചെയ്യാൻ കഴിഞ്ഞത് ഇതിൻ്റെ ഒരു ഇടപെടലിൻ്റെ ഒരു സൂചനയായി നമുക്ക് വേണമെങ്കിൽ കാണാൻ കഴിയും.